ഇവിടെ എന്താ പറയുന്നത്? തികച്ചും ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് മാത്രം. അതിന്റെ പിന്നെ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇത് പിടിച്ചാൽ, ആര് പിടിച്ചാലും മല്ലക്കൽ ഇബാദ വൽ ബിലാദ, പ്രജകളെയും രാജ്യങ്ങളെയും അടിമകളാക്കാൻ കഴിയും. പിടിച്ചോളൂ. അപ്പോൾ മുഹമ്മദ് ബിൻ സഊദ് രാജാവ് പറഞ്ഞു, മാത്രമല്ല നിങ്ങൾക്ക് ശേഷം നിങ്ങളെ മക്കൾക്കും വലിയ മുതലാളിമാരാകാം. ആവും ചെയ്തു. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാർ ഇവരാണ്. എന്താ കാരണം? വഹാബിസം. അപ്പോൾ മുഹമ്മദ് ബിൻ സഊദ് രാജാവ് പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേ ഒരു പ്രശ്നം. ഒന്ന്, ഞാൻ ഇതിനു വേണ്ടി രംഗത്തിറങ്ങാം, നിങ്ങളോടുകൂടെ ഞാൻ യുദ്ധത്തിന് വരാം. പക്ഷേ നിങ്ങൾ ഒരു പ്രസിദ്ധനായി തീർന്ന് ജനങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിപ്പെട്ട് വഹാബിയത്താവുന്നതോടുകൂടെ നിങ്ങൾ എന്നെ ഒഴിവാക്കിയിട്ട് വേറെ രാജാവിന്റെ അടുത്തേക്ക് പോകരുത്. അതായത് അതോടുകൂടെ എന്റെ വരുമാനം അതന്നെ. ഏതാ? എത്ര പേജ്? 41-ാമത്തെ പേജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഒരു വലിയ നിലയിൽ എത്തിച്ച് നമ്മളെ രാജ്യമൊക്കെ വലിയ ഉഷാറായാൽ നിങ്ങൾ എന്നെ ഒഴിവാക്കി പോകരുത്. രണ്ടാമത്തത് എന്താ? രണ്ടാമത്തത് ഫീമാ യഖുദു മിൻ അഹ്ലി ദർഇയ മിസ്ലല്ലദീ കാന യഖുദു റഅസാഉൽ ബുൽദാനി അലാ റഅയാഹും. ഞാൻ വിളവെടുപ്പ് സമയങ്ങളിലും മറ്റും കൊല്ലത്തിലൊക്കെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാറുണ്ട്. നിങ്ങൾ വലിയ ഷെയ്ഖായി നികുതി ഇനി മുതൽ പിരിക്കാൻ പാടില്ല എന്നും പറയുന്നു. ഇതാ രണ്ട് ഷർത്ത്. നിങ്ങൾ വഹാബിയത്ത് വളരുകയും ജനങ്ങളൊക്കെ വഹാബിയത്തിന് ആളുകളെ ആവുകയും ചെയ്താൽ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു രാജാവിന്റെ അടുത്തേക്ക് പോകരുത്. ഒന്ന്, പിന്നെ നികുതി പിരിക്കരുത് എന്ന് എന്നോട് പറയരുത്. അപ്പോൾ ഷെയ്ഖ് പറയുന്ന മറുപടി നിങ്ങൾ നോക്കൂ. അതായത് നീ തൽക്കാലം നികുതി പിരിച്ചോ, പക്ഷേ ജനങ്ങളെ കൊന്നെടുക്കുകയും സമ്പത്ത് പിടിച്ചെടുക്കുകയും ചെയ്താൽ അല്ലാഹു തആല ഇതിന് മാത്രം സമ്പത്ത് നിങ്ങൾക്ക് ഈ യുദ്ധത്തിലൂടെ തന്നെ കൈവരും. അപ്പോഴോ ഫയത്റുകഹു, രാജാവ് സ്വയമായി നികുതിയെ ഒഴിവാക്കിക്കോളും. അതുകൊണ്ട് നികുതി ഒഴിവാക്കാൻ ഞാൻ പറയുന്നില്ല, നികുതി നീ സ്വയം ഒഴിവാക്കും. അതിന് മാത്രമുള്ള സമ്പത്ത് നിനക്ക് കൈവരും. ആര് പറഞ്ഞു? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആരോട് പറഞ്ഞു? മുഹമ്മദ് ബിൻ സഊദിനോട്. എന്നിട്ട് ഈ അടിസ്ഥാനത്തിൽ അവർ രണ്ടാളും ബൈഅത്ത് ചെയ്തു. വഹാബികളുടെ ആധികാരിക താരീഖ്, വഹാബികളുടെ ആധികാരിക താരീഖ് ഗ്രന്ഥം, അതിലെ 1-ാം വാള്യത്തിന്റെ ഉൻവാനുൽ മജ്ദി ഫീ താരീഖ് നജ്ദ് എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യത്തിന്റെ 42-ാമത്തെ പേജ്. ശരി, ഒന്നുകൂടെ നോക്കാം. ഇത് താരിഖുൽ ബിലാദിൽ അറബിയ്യത്തി സഊദിയ അദ്ദൗലത്തു സഊദിയ്യത്തുൽ ഊല സീറത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വ ദഅവതു വ സീറത്ത് മുഹമ്മദ് ബിൻ സഊദ് വ ഹുറൂബുഹു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രബോധനവും രാജാവിന്റെ യുദ്ധങ്ങളും. അതായത് ഇവർ തോളോട് തുരുമ്മി വഹാബിയത്ത് പ്രചരിപ്പിച്ച് യുദ്ധം ചെയ്തു. ആർക്കെതിരെ? മുസ്ലിമീങ്ങൾക്കെതിരെ. ഈ ഗ്രന്ഥം, ഇത് ദുക്തൂർ മുനീറുൽ അജ്ലാനിയാണ് ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ഈ ഗ്രന്ഥം വഹാബിയത്ത് അംഗീകരിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് മാത്രമല്ല വഹാബിയത്തിന്റെ പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം. ലോകത്തെ എന്തൊക്കെയാണ് വഹാബിയത്ത് ചെയ്തിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഇതിന്റെ 1-ാമത്തെ വാള്യത്തിൽ പറയുന്നു, നിങ്ങൾ നോക്കണം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇദ്ദേഹവും തമ്മിലുള്ള ഒരു ഗ്രന്ഥമൊന്നുമല്ല, ഇഷ്ടംപോലെയുണ്ട്. ഈ ഗ്രന്ഥത്തിന്റെ 89-ാമത്തെ പേജ്. യാ ശൈഖ് ഇന്ന ഹാദാ ദീനുല്ലാഹി വറസൂലുഹു ലാ ശക്ക ഫീ വഅബ്ശിർ ബിൻ-നസ്ർ വൻ-നുസ്റതി ലക വലിമാ അമർതു ബിഹി വൽ ജിഹാദു ലിമൻ ഖാലഫ തൗഹീദ. നിങ്ങൾ പറഞ്ഞ തൗഹീദിന് ആരെതിരായാലും ഞാൻ യുദ്ധത്തിന് വരും, ഞാൻ അവരെ കൊന്നൊടുക്കും. വലാകിൻ ഉരീദു അൻ അസ്തരിത അലൈക ഇസ്നതൈനി. 2 ഷർത്ത് പറയണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ട്. എന്താ ഷർത്ത്? ശ്രദ്ധിക്കണം. രാജാവ് ഷെയ്ഖുമായി ബൈഅത്ത് ചെയ്യുമ്പോൾ ഷർത്ത് 1,
നഹ്നു ഇദാ ഖുംനാ ഫീ നുസ്റതിക വൽ ജിഹാദി ഫീ സബീലില്ലാഹ്, നിങ്ങളെ സഹായിക്കുകയും നിങ്ങളോട് കൂടെ യുദ്ധത്തിന് വരികയും ചെയ്താൽ വഫതഹല്ലാഹു ലനാ വലക്കൽ ബുൽദാന, നാടുകളെയൊക്കെ അല്ലാഹു തആല നിങ്ങൾക്കും എനിക്കും വഴിപ്പെടുത്തി തന്നാൽ അഖാഫു, ഞാൻ പേടിക്കുന്നത് അൻ തർഹല അന്ന, നിങ്ങൾ ഇന്നെ ഒഴിവാക്കി പോകും, വതസ്തബ്ദില ബിനാ ഗൈറന, വേറൊരാളെ തെരഞ്ഞെടുത്ത് വേറെ രാജാവിന്റെ അടുത്തേക്ക് പോയാൽ എന്റെ വരുമാനം മുടങ്ങൂലേ, അതാണ് എന്റെ പേടി. ഷർത്ത് നമ്പർ 1. വസാനിയ, രണ്ടാമത്തെ ഷർത്ത് എന്താ? അന്നനി അല ദർഇയ ഖാനൂനൻ ആഖുദുഹു മിൻഹും ഫി വഖ്തി സിമാരി, വിളവെടുപ്പിന്റെ സമയത്ത് ഞാൻ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാറുണ്ട്. വഅഖാഫു അൻ തഖൂല ലാ തഖുദു മിൻഹും ശൈആ, നികുതി ഒന്നും വാങ്ങരുത് എന്ന് നിങ്ങൾ പറയുമോ എന്നാണ് എന്റെ പേടി. ഫഖാല ശൈഖ്, അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു, ഫബ്സുത്ത് യദക, കൈ നീട്ട് ബൈഅത്ത് ചെയ്യാം, അദ്ദമു ബിദ്ദമി വൽ ഹദ്മു ബിൽ ഹദ്മി, ചോരക്ക് ചോര, പൊളിക്ക് പൊളി. അമ്മ സാനിയ, നമുക്ക് വഅള് പറയാ, സ്വീകരിക്കാത്തവരെ കൊല്ല, സ്വീകരിക്കാത്തവരെ വീട് തകർക്കാം, മുതല് പിടിച്ചടക്കാം, കൊല്ല. പിന്നെ രണ്ടാമത്തത് പിന്നെ എന്ത്, ഞാന് നികുതി പിരിക്കരുത് എന്ന് പറയുമെന്നോ, അതിൽ പേടിക്കണ്ട. ഈ നികുതിയെ പിരിച്ചെടുക്കുന്നതിനേക്കാൾ വലിയ ലാഭം നിങ്ങൾക്ക് മുസ്ലിമീങ്ങളെ കൊന്നിട്ട് ഗനീമത്തായി കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടാവുകയില്ല. ശൈഖ് വിചാരിച്ചതുപോലെ തന്നെയായി. വലിയ ഗനീമത്ത് കിട്ടി യുദ്ധങ്ങൾ നടത്തിയപ്പോൾ. അപ്പോൾ രാജാവിനോട് ശൈഖ് പറഞ്ഞു, താങ്കൾ നാട്ടിൽ നിന്ന് പിടിച്ചെടുത്ത നികുതിയേക്കാൾ വലിയ സമ്പത്ത് താങ്കൾക്ക് കിട്ടിയല്ലോ. പിന്നെ അതിനുശേഷം അദ്ദേഹം ഈ നികുതി പിരിക്കൽ ഉപേക്ഷിക്കുകയും ചെയ്തു. വീണ്ടും ഒരു ഗ്രന്ഥം കൂടി കാണിക്കും. ഇതിനാണ് മറുപടി പറയേണ്ടത്. അഥവാ ഒരു രാജാവിന്റെ സ്വാധീനത്തിൽ മാത്രം പ്രചരിപ്പിക്കപ്പെട്ട ഒരു മതമാണ് വഹാബി മതം. എങ്ങനെ? മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയ മതമാണ് ഈ മതം. ഈ ഗ്രന്ഥാരിഹുദ്ദൗല അദ്ദുക്തൂർ മദീഹത്ത് അഹമ്മദ് ദർവീഷ്, ഇയാൾ ആരാ? ഇയാൾ ജാമിഅൽ മലിക് അബ്ദുൽ അസീസ്, വഹാബി രാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ ജാമിഅ അൽ മലിക് അബ്ദുൽ അസീസിലെ പ്രൊഫസറാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. താരിഖുദ്ദൗലത്ത് സൗദിയ, വഹാബി രാഷ്ട്രം എങ്ങനെ സംസ്ഥാപിതമായി എന്ന ഈ ഗ്രന്ഥത്തിന്റെ 24-ാമത്തെ പേജിൽ പറയുന്നു, ലഖദ് കാന ഹാദൽ ഇത്തിഫാഖു ഫാത്തിഹത ഖൈരിൻ വബറക. രാജാവും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തമ്മിലുള്ള ഈ കരാറ് വലിയ ബറക്കത്ത് ഉണ്ടാക്കി തീർത്തു, വലിയ ഖൈർ കൊണ്ടുവന്നു, വലിയ ബറക്കത്തും. ഇത് ലം യക്ദ് യതിമു ഹാദൽ അഹദു സന 1158 ഹത്താ തഖാത്തറത്തിൽ ഉഫൂദു മിൻ കുല്ലിൽ ഇമാറാത്തി അല ദർഇയ വഅസ്ബഹ മുഹമ്മദ് ബിൻ സഊദ് അവ്വല അമീരിൻ വഹാബിയ്യിൻ ഫീ നജ്ദ് فتحولت الدرعية إلى عاصمة دينية وسياسية وحربية في نفس الوقت، ومما أدى إلى تحسن أحوالها الاقتصادية بسبب ما يحصل عليه أهلها من الغنائم. ഈ ഗ്രന്ഥത്തിന്റെ 24-ാമത്തെ പേജ് വളരെ വ്യക്തമായി നമ്മൾ ചിന്തിക്കണം. വിശദീകരിച്ച് എല്ലാ പണ്ഡിതന്മാരും ഇത് വിശദീകരിച്ച് വഹാബിയത്തിനെ പറഞ്ഞ പണ്ഡിതന്മാരെല്ലാം ഇത് സൗദി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ അൽ മലിക് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കുന്നു, ചിന്തിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? ഇതിന്റെ എങ്ങനെ ലോക ചരിത്രത്തിൽ ഒരു ഇമാമോ ഒരു നബിയോ, ശ്രദ്ധിക്കണേ, ലോക ചരിത്രത്തിൽ ഒരു നബി ഒരു രാജാവിനെ കൂട്ടുപിടിച്ച് ജനങ്ങളെ കൊലപ്പെടുത്തി ഇസ്ലാം മതം പ്രചരിപ്പിച്ചിട്ടുണ്ടോ? ലോക ചരിത്രത്തിൽ ഒരു നബി
ഒരു മുക്രഹായ വിധത്തിലല്ലാതെ ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തെ നിഷ്കാസനം ചെയ്യാൻ ശത്രു സൈന്യം ഉന്മൂലനാശത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു സാഹചര്യത്തിലല്ലാതെ ഒരു ഇസ്ലാമിക പ്രവാചകൻ ഒരു ജനത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല, യുദ്ധത്തിന് കൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്താണ് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് പറയുക? എങ്ങനെ നിങ്ങൾ ഇതിനെ അംഗീകരിക്കും? ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ടെററിസ്റ്റ്, ഏറ്റവും ആദ്യത്തെ ഭീകരവാദി സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഇതെങ്ങനെ അംഗീകരിക്കും? ഇനി പറയുക മാത്രമാണോ ചെയ്തത്? പ്രവർത്തിച്ചില്ല. എന്തൊക്കെ പ്രവർത്തിച്ചത് നിങ്ങൾ കേട്ടോളൂ. ഞാൻ 1-2 സാമ്പിൾ കൂടി കാണിക്കാം. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്ന ചരിത്രങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ലോക ചരിത്രത്തിൽ ഒരു സന്യാസി ഒരു രാജാവിനോട് പോയിട്ട്, എന്റെ അടുത്ത് ഒരു മതമുണ്ട്, ഒരാശയുണ്ട്, അത് സ്വീകരിക്കുന്നവരെ നമുക്ക് വെറുതെ വിടാം, സ്വീകരിക്കാത്തവരെ കൊന്നിട്ട് സ്വത്ത് പിടിച്ചടക്കാം എന്നൊരു സന്യാസി ഒരു രാജാവിനോട് പറഞ്ഞൊരു ചരിത്രമുണ്ടോ? ലോകത്തെവിടെയുണ്ട്? ലോകത്തൊരു സന്യാസി പറഞ്ഞു. എന്തായി പറയുന്നത്? ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇത് മനസ്സിലാക്കാതെ എങ്ങനെയാണ് എന്തൊക്കെ ഇവർ ചെയ്തു കൂട്ടിയത്? ഇത്ര ക്രൂരത ചെയ്ത ഒരു വിഭാഗം ലോക ചരിത്രത്തിലില്ല. മഹാനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നോമന പുത്രനായ മുസ്ലിം ലോകത്തിന്റെ ഇമാമായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്പെട്ട പേരമകനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ ഇവർ ഒരു രാത്രി ചെയ്തതെന്താണ് ഇവർ പറയുന്നു. ഇതിന്റെ ഫത്വ എന്താണെന്ന് വഹാബികൾ പറഞ്ഞ മതി. നിങ്ങളെ നേതാക്കൾ, നിങ്ങളെ രാജാവ് മലിക് സഊദും വഹാബികളും ചെയ്തിട്ടുള്ള തോന്യാസത്തിന് നിങ്ങളൊരു ഫത്വ പറയണം. എന്താണ് ഇതിന്റെ ഇസ്ലാമിക വീക്ഷണം? ഇത് ആരോ ചെയ്തതല്ല, നിങ്ങളുടെ ഏറ്റവും കടുപ്പപ്പെട്ട നേതാക്കൾ. അഭിമാനപൂർവമാണ് നിങ്ങൾ ഈ വഹാബിയ ചരിത്രം പറയുന്നത്. ചിന്തിക്കാം. ഈ ഗ്രന്ഥത്തിന്റെ 257 പേജിൽ കർബലയിൽ ഇവർ കാട്ടിക്കൂട്ടിയത് പറയുന്നു. ഈ ഗ്രന്ഥത്തിന്റെ 257 പേജ് ശ്രദ്ധിക്കും. ثم دخلت سنة 16 بعد 200 ഹിജ്റ 1216 വർഷം ഹിജ്റ. وفيها سار سعود രാജാവ് بالجيوش المنصورة والخيل العتاق المشهورة من جميع حاضر نجد وباديها والجنوب والحجاز وتهامة وغير ذلك وقصدوا أرض كربلاء. ഹിജ്റ 1216 സഊദ് രാജാവ് എല്ലാ കുതിരക്കൂട്ടങ്ങളെയും ഒട്ടകക്കൂട്ടങ്ങളെയും പടക്കോപ്പുകളും എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഇറാഖിലെ കർബലയിലേക്ക് മാർച്ച് ചെയ്തു. ദുൽഖഅദ മാസത്തിലാണ് 1216. ശ്രദ്ധിക്കുന്നില്ലേ? വളരെ ചിന്തിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. ഇത് ബഹുമാനപ്പെട്ട വഹാബി ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കും. എന്നിട്ട് ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തി ആ തിന്മയുടെ പ്രസ്ഥാനത്തോട് രാജിയായി പോരി. ബഹുമാനപ്പെട്ട ഒരു മുസ്ലിമിനെ ഇത് ചിന്തിക്കാൻ കഴിയില്ല. 1216 അയാൾ എന്ത് ചെയ്ത്? ദുൽഖഅദ മാസത്തിൽ കർബലയിലേക്ക് കയറി. എന്നിട്ടോ ഫഹശദ അലൈഹൽ മുസ്ലിമൂന വതസവ്വറു ജുദ്റാനഹ, മുസ്ലിമീങ്ങൾ അതിന്റെ കെട്ടിന്റെ മതിലിനെ ചാടിക്കടന്നു വലിയ താല്പര്യത്തോടെ. മുസ്ലിമീങ്ങൾ എന്നിവർ പറഞ്ഞാൽ ആര്? വഹാബികൾ. മറ്റവരാരല്ല. വഹാബികൾക്ക് വഹാബി അല്ലാത്ത ആരും ആരല്ല? മുസ്ലിം അല്ല. ഉറപ്പല്ലേ? മുസ്ലിം അല്ല. അത് അവിടുത്തെ വഹാബിയും അങ്ങനെ തന്നെ, ഇവിടുത്തെ വഹാബിയും അങ്ങനെ തന്നെ. ചിന്തിക്ക്. സാക്ഷാൽ കെ ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകം, ഫാത്തിഹ സൂറത്തിന് അയാൾ കൊടുത്ത വ്യാഖ്യാനം,
അത് അവിടുത്തെ വഹാബി മാത്രമല്ല, ഇവിടെയും ഇവിടുത്തെ വഹാബിസത്തിന്റെ സമ്പൂജ്യനായ മരണം വരെയുള്ള നേതാവും മുജദ്ദിദുമാണല്ലോ ആര്? സാക്ഷാൽ കെ ഉമർ മൗലവി. ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, എന്നാൽ ശൈഖിന്റെ പേരിൽ നേർച്ചയാക്കുകയും നേർച്ച വീട്ടുവാനായി അറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി എന്ന് ചൊല്ലുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ഇതിൽ സത്യമില്ല. അങ്ങനെ ചെയ്യുന്നതിന്റെ അർത്ഥം ഈ നേർച്ച അള്ളാഹു അനുവദിച്ചതും അവന്റെ പൊരുത്തം ലഭിക്കത്തക്കതുമാണല്ലോ. ഇതൊരിക്കലും അള്ളാഹു അനുവദിച്ചിട്ടില്ല. കഠിനമായി വിരോധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന ശിർക്കിന്റെ ഇനത്തിൽപ്പെട്ടതാണ് ആ ബലികർമ്മം. ഉദാഹരണം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഞാൻ യാഥാർത്ഥ്യം എന്ന് പറയാം. ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നമ്മളൊരു കോഴിയെ നേർച്ചയാക്കാന്ന് പറഞ്ഞാൽ അതിന് അതിനെന്താ? അതിനെ അർത്ഥത്തിൽ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മക്ബറിന്റെ ഉള്ളിൽ ഒഴിക്കുന്നു. അതാണോ അതിന്റെ അർത്ഥം? പിന്നെന്താ? നമ്മൾ സാധുക്കൾക്ക് ഭക്ഷണമാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുക. അതിന്റെ സവാബിനെ അങ്ങനെ അമൽ ചെയ്താൽ, ഒരു സാധുവിന് സ്വതക്ക കൊടുത്താൽ അതിൽ സവാബ് ഉണ്ടാവുമല്ലോ. ആ സവാബിനെ നാം ആർക്കതിയാക്കാം? നമ്മുടെ ദീനിന്റെ നേതാവായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആരെപ്പോലെ നമ്മളൊരു സ്വതക്ക ചെയ്തു, അതിന്റെ സവാബിനെ ബാപ്പാക്ക് നേർച്ചയാക്കും പോലെ, ഉമ്മാക്ക് നേർച്ചയാക്കും പോലെ. ബാപ്പയും ഉമ്മയും ജസദിന്റെ പിതാവാണെങ്കിൽ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റൂഹിന്റെ പിതാവാണ്. സാധുക്കൾക്ക് ഈ കോഴി അറുത്ത് സ്വതക്ക കൊടുത്തിട്ട് അതിന്റെ സവാബിനെ ആർക്ക് ഹദിയ ചെയ്യുക? ഇതല്ലേ അതിന്റെ ഉദ്ദേശം. അങ്ങനെ ചെയ്താൽ സാക്ഷാൽ ഇയാൾ പറയുന്നു, അങ്ങനെ ഒരാൾ ചെയ്താൽ ആ ബലികർമ്മം, ആ നേർച്ചയാക്കിയവൻ കാഫിറാണ്. ആ നേർച്ചയാക്കിയവൻ. അപ്പൊ ഈ സോക്കട് മുഹമ്മദ് അബ്ദുൽ വഹാബിനോ സൗദിന് മാത്രമൊന്നല്ല, എല്ലാ നാട്ടിലെ വഹാബിയും വഹാബി അല്ലാത്ത ഒരാളെ മുസ്ലിമായി അംഗീകരിക്കുകയേ ഇല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ മതില് ഇവർ ചാടിക്കടന്നു. ഇവർ പറയാ വതസവ്വറു ജുദ്റാനഹ വദഖലുഹ അൻവ. ബലപ്രയോഗത്തിൽ മതിൽ ചാടിക്കടന്ന് ഉള്ളിൽ കയറി. വഖതലു. നിങ്ങട് നോക്ക്, വഖതലു. എന്നിട്ട് അതായത് വെളുപ്പാൻ കാലത്താ കയറുന്നത്. രാത്രി വെളുപ്പാൻ കാലത്ത് കയറിയിട്ട് വഖതലു ഗാലിബ അഹ്ലിഹ. കർബലയിലെ ഗർബല നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങളെയും ഞങ്ങൾ കൊന്നു. ഇതെന്ത് ദീന? ഇതെന്ത് ദീന? എന്നിട്ട് ഇപ്പൊ ഒരു പ്രശ്നമല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഇവരെ അപകടം, പിന്നെ ആരെയും അപകടം? വഖതലു. അതായത് ഇത് എവിടെയല്ല കയറിയത്? രാജാവിന്റെ കൊട്ടാരത്തിലല്ല. രാജാവിന്റെ കൊട്ടാരത്തിലാണെങ്കിൽ അവിടെ ആരുണ്ടാവും? മനസ്സിലായില്ലേ? സൈന്യം ഉണ്ടാവും. അതല്ല, ഇതെവിടെ? വഫാത്തായിട്ട് 1000 ചില്ലാൻ കൊല്ലം കഴിഞ്ഞു. ഹിജ്റ 61 മഹാനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നത് ഹിജ്റ 61. ഇവര് ആരെ കൊന്നത്? യസീദികൾ. ആരെ പിന്നെ കൊന്നത്? ആരാ? വഹാബികൾ. യസീദികളും വഹാബികളും എന്ത് വ്യത്യാസമുള്ളത്? വഹാബികളാണ് കേറിയിട്ട് ഖതലു. ഇത് ഏതോ ആരോ അല്ല. വഹാബികളുടെ ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയൊരു ചരിത്രമില്ല. അവർ ഒറ്റ സമ്മതിച്ച് എഴുതിയ ചരിത്രം. വഹാബി പട്ടാളം കൊന്നു ഗാലിബ അഹ്ലിഹ. ഗാലിബ അഹ്ലിഹ. ചെറിയൊരു പേരിപ്പായാലൊക്കെ തിരിഞ്ഞാത്തതിന് അതിന് അറിയാലോ. കൊന്നു ആരെ? ഗാലിബ അഹ്ലിഹ. കർബല നാട്ടിലെ മിക്കവാറും ജനങ്ങളെ ഉറങ്ങിക്കിടക്കണ ബാപ്പ, ഉമ്മ, കുട്ടി, വല്ലിപ്പ, വല്ലിമ്മ വെട്ടിയെടുക്കുന്നു. പിന്നെയോ വഹദമുൽ ഖുബ്ബത. എവിടുന്നാ കൊന്നത്? വെളുപ്പാൻ കാലത്ത് കയറി കൊന്നു. ഫിൽ അസ്വാഖി. ചന്തകളിലും വൽ ബുയൂതി. വീടുകളിലും പൊരേക്കാണ് കേറുക. എന്നിട്ട് വെട്ടിയെടുക്കില്ല.
കൂട്ടിപ്പിടിച്ച് നടക്കുക. ഒരു കുഴപ്പമില്ലാന്നറിയാം, കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ആരപ്പ നിങ്ങളെ പേടിച്ച് നടക്കണേ? ഇവിടെ ആരെ പേടി? കാലം കുറെ ആയില്ലേ, ഇനി പേടിക്കണം. എന്ത് പഠിക്കാനും അതിന് വലിയൊരു ഗൗരവമായൊരു വിഷയം. ഈ വിഷയം വാണിയമ്പാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒരു 40 കൊല്ലം മുമ്പ് എന്റെ കുട്ടിക്കാലത്ത് പ്രസംഗിക്കുന്നത് എന്റെ ചെവിട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരംഗീകരിക്കരുത്, ഒരു ലക്ഷക്കണക്കായ മുസ്ലിംകളെ കൊന്നവരാണ്, ഇവരെക്കാൾ വലിയൊരു ശത്രു ഇസ്ലാമിനില്ല. ഇത് മഹാനായ വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാർ പ്രസംഗിക്കുന്നത് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പാണ്ടിക്കാട്ട് അങ്ങാടിയില് മഹാനായ EK മുസ്ലിയാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മഴ കൊണ്ട് ഞങ്ങൾ പ്രസംഗം കേട്ടു. അന്ന് ഞാൻ 7ാം ക്ലാസ് മദ്രസയിൽ പഠിക്കാം. ഈ പാണ്ടിക്കാട് ഇവിടുന്നാണ് ഞാൻ മദ്രസ പഠിച്ചിട്ടുള്ളത്. എന്റെ ഉമ്മാന്റെ നാട് അവിടെയാണ്. വളരെ ചിന്തിക്കണം. ഇവർ അത്രയും വലിയ അക്രമികളാണ്. പക്ഷേ കഴിഞ്ഞ 10-45 കൊല്ലം താരീഖ് പരതുന്ന പണി നമ്മൾ അവസാനിപ്പിച്ചു. നിസ്സാരമായ ഫുറൂഇയാത്തിനെ കെട്ടിമറിഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്താ അവർക്ക് ഇത്ര വലിയ പ്രശ്നം? 8 നിസ്കരിച്ചാൽ എന്താ, 20 നിസ്കരിച്ചാൽ എന്താ? ഞാൻ ചോദിക്കണത്, നിസ്കരിച്ചില്ലെങ്കിൽ എന്താ? നിസ്കരിച്ചില്ല എന്താ പ്രശ്നം? തറാവീഹ് വാജിബല്ലല്ലോ. തറാവീഹ് നിസ്കരിക്കണോ നിസ്കരിക്കാത്തതാണോ നമ്മളും പ്രശ്നം? നമ്മളും ഇവരുടെ പ്രശ്നം എന്താ? മുസ്ലിം സമുദായത്തിലെ അഹ്ലുസ് സുന്നയെ മുസ്ലിമായി ഇവർ അംഗീകരിക്കൂല എന്ന് മാത്രമല്ല, ഹർബിയായ കഫറാണ് അവർ. കൊല്ലണ്ട കഫർ, ദിമ്മിയായ കഫറല്ല, ഹർബിയായ കഫർ. ഉറങ്ങിക്കിടന്നപ്പോൾ പോലും കേറിയിട്ട് അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് കൊന്നു. ആര്? വഹാബികള്. വഹദമുൽ ഖുബ്ബത്തുൽ മൗദൂഅ ബിസഅമി മൻ ഇഅ്തഖദ ഫിഹാ അലാ ഖബ്രിൽ ഹുസൈനി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ വെച്ചിട്ടുള്ള ഖുബ്ബ പൊളിച്ചു. വഅഖദു മാ ഫിൽ ഖുബ്ബ, ആ ഖുബ്ബയിലുള്ളതെല്ലാം അവർ എടുത്തു. വമാ ഹൗലഹാ, അതിന്റെ പരിസരത്തുള്ളതും. ഖബറിന്റെ അടുത്ത് വെച്ച പണ്ടാരപ്പെട്ടി എടുത്തുകൊണ്ടുപോയി. എന്നാ പിന്നെ അത് എടുക്കാതിരിക്കണ്ടേ? കാരണം ഒരു ഭാഷയിൽ ആ നേർച്ച ശിർക്കാണ്. എന്നാ അതെങ്കിലും ഒഴിവാക്കണ്ടേ? അത് എടുത്തുകൊണ്ടുപോയി. മനോഹരമായ രത്നങ്ങൾ കൊണ്ട് മോടി പിടിപ്പിക്കപ്പെട്ട മഖ്ബറയായിരുന്നു ഹുസൈൻ റളിയല്ലാഹുവിന്റെ മഖ്ബറ. വഅഖദു ജമീഅ മാ വജദു ഫിൽ ബലദി മിനൽ അംവാലി വസ്സിലാഹി വൽലിബാസി വൽഫുറശി വദ്ദഹബി വൽഫില്ലതി വൽമസാഹിബി തമീനതി വഗൈരി ദാലിക മിമ്മാ യഅ്ജുസു അൻഹുൽ ഹസ്റു. ക്ലിപ്തമാക്കാൻ കഴിയില്ല, കണ്ണ് കിട്ടിയൊക്കെ കൊണ്ടുപോയി. വെളുപ്പങ്കാലത്ത് കയറി വെട്ടിക്കൊന്നു. ഒരു നുഹന്റെ സമയം മാത്രം ഞങ്ങൾ അവിടെ നിന്നു. ളുഹറിന് മുമ്പ് തന്നെ അവിടുന്ന് പുറപ്പെട്ടു പോയി. തിൽക്കൽ അംവാലി, ആ മുതലൊക്കെ കൊണ്ടുപോയി. പുരുഷന്മാരെ തന്നെ 1000 എണ്ണത്തെ കൊന്നു. കുട്ടികളെ പെണ്ണുങ്ങളെ എത്ര കൊന്നു കണക്കില്ല. അഭിമാനത്തിൽ എഴുതിയിരിക്കുക. എന്തുകൊണ്ട്? ഹർബിയ കഫറല്ലേ. സുന്നികൾ ഇവരെ വീക്ഷണത്തിൽ ഹർബിയ കഫറാണ്, വെറുതെ പറയാൻ പാടില്ല. പിന്നെ രാജാവും ആളുകളും ഒരു വെള്ളത്തടാകത്തിന്റെ അരികിലെത്തി. അതില് ഹുംസ് എടുത്തു വെച്ചു 5-1. ബാക്കിയുള്ളത് പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു ഗനീമത്തായിട്ട്. എവിടുന്ന് കിട്ടിയത്? മുസ്ലിമീങ്ങളെ മേൽ വീതിച്ചു. ആരാ മുസ്ലിമീങ്ങൾ? പറയാ, ആരാ മുസ്ലിമീങ്ങൾ? വഹാബികള് പിടിച്ചെടുത്തോ? സുന്നികളോ? കാഫിർ.
ഷിയാക്കളോ അള്ളാഹുർ, സുന്നികളോ അള്ളാഹുർ. ഇതെന്ത് ദീന? ഇതിനെന്ത് ന്യായം പറയാൻ കഴിയ? ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ ന്യായീകരിക്കും? പിറ്റേ ദിവസം നേരെ എന്താ ചെയ്തത്? ഈ ദിവസം, ഈ കൊല്ലം തന്നെ ഇവർ ബഹ്റൈനിൽ പോയി. ആ ബഹ്റൈനിൽ 2000 ആളുകളെ ബഹ്റൈനിൽ കൊന്നു, അവിടുന്ന് പിടിച്ചടക്കി. പോവന്നെ ലോകത്തെ ഏറ്റവും സമ്പന്നതയുള്ള രാജ്യമായി മാറി. ആര്? സൗദിയ. ആരെ കൊന്നിട്ട്? മുസ്ലിമീങ്ങളെ കൊന്നു. വളരെ ചിന്തിക്കണം. ലോകത്തെ ഏറ്റവും വലിയ ക്രൂരനായി നമ്മൾ കണക്കാക്കുന്നത് ആരെയാ? ലോകത്തെ ഏറ്റവും വലിയ ക്രൂരനായി കണക്കാക്കുന്നത് ഹിറ്റ്ലറെയാ. ഹിറ്റ്ലർ ഒരിക്കലും സ്വന്തം മതത്തിൽപ്പെട്ടവരെ കൊന്നിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ തമ്മാടിയും കൊലപാതകയുമായി കണക്കാക്കുന്നത് ഫിറഔനെയാ. ഫിറഔൻ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെയോ സ്വന്തം വർഗത്തിൽപ്പെട്ടവരെയോ സ്വന്തം വീക്ഷണ മതത്തിൽപ്പെട്ടവരെയോ പറ കൊന്നിട്ടില്ല. കൊന്നിട്ടില്ല. ഇയാളെപ്പോലെ ഒരാളാരാ ലോകത്തുള്ളത്? ഇവരെ എങ്ങനെ ന്യായീകരിക്കും? നീ കൊന്നവര് സാധാരണക്കാരെ മാത്രം കൊന്നത്. നിങ്ങൾ നോക്ക്, ഈ ഗ്രന്ഥത്തിന്റെ മുനീറുൽ അജ്ലാനിയുടെ ഗ്രന്ഥത്തിന്റെ 2ാമത്തെ വള്ളിയം ഇതിന്റെ 168ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. ശ്രദ്ധിക്കുക. ദഖല സഊദ് മക്ക. സഊദ് രാജാവ് മക്കയിൽ കയറി. നാട്ടുകാരോടൊക്കെ നല്ല നിലയിൽ പെരുമാറി. അതിന് മുമ്പ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്, അടുത്ത മറ്റൊരു അധ്യായത്തിൽ പറയും. കാളിയെ കൊന്നു. അക്കാലത്തെ കാളി എന്ന് പറഞ്ഞാൽ ലോകം കണ്ട മഹാന മക്കത്തെ കാളി. ഹിജ്റ 15-ാം നൂറ്റാണ്ടാ. ഹിജ്റ 13-ാം നൂറ്റാണ്ടിലെ മക്കത്തെ കാളിയായ മഹാനായ ആലിമിനെ അവർ കൊന്നു. അവർ പറയാ കൊന്നു. എന്താണ് ഷെയ്ഖ് മുനീബുൽ അഫന്ദി എന്ന മഹാനെ കൊന്നു? എന്തേ കൊന്നത്? വഹാബികളെ എപ്പോഴും നെഞ്ചൂക്കോടുകൂടെ അവരെ പരാജയപ്പെടുത്താനും വാദപ്രതിവാദം നടത്താനും മുന്നിൽ നിന്നിരുന്ന ആളായിരുന്നു ഷെയ്ഖ് മുനീബുൽ അഫന്ദി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മനുഷ്യനെ രാജാവ് മക്കേ കയറിയ ഉടനെ കൊന്നു. ആരാ പറയണേ? ഇവരെന്നെ. അപ്രകാരം മക്കയിലിട്ട് 20ഓളം ശൈഖന്മാരെ കൊന്നു. വഹാബിസത്തോട് എതിർത്ത് നിന്ന 20ഓളം ശൈഖന്മാരെ കൊന്നു. എവിടെട്ട് കൊന്നു? പറ, എവിടെട്ട് കൊന്നു? ബഹുമാനപ്പെട്ട ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതും ബൈനാതും മഖാം ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിനാ. അവിടെ ആര് പ്രവേശിച്ചാലും അവൻ നിർഭയനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് പറഞ്ഞ മക്ക. ആ മക്കയിലിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഖാദിയെയും കൊന്നു. തത്തുല്യരായ 20ഓളം ശൈഖന്മാരെ കൊന്നു. ആര്? വഹാബികള്. ആരാ എഴുതിയത്? വഹാബികളെ. ആരാ എഴുതിയത്? വഹാബികള്. ആരാ വിതരണക്കാര്? വഹാബികൾ തന്നെ. വഹാബികളുടെ പ്രധാനപ്പെട്ട താരീഖിന്റെ ഗ്രന്ഥമാണ് അദ്ദുക്തൂർ മുനീറുൽ അജ്ലാനി. തന്റെ താരീഖ് ഗ്രന്ഥത്തിന്റെ 168ാമത്തെ പേജിൽ പറയുന്നു. ശ്രദ്ധിക്ക്. അത് മാത്രമാണോ? അല്ല. ഇവരെ മാത്രമാണോ കൊന്നത്? ഇഫാദത്തുൽ അനാം ബിദിക്രി അഖ്ബാരി ബലദില്ലാഹിൽ ഹറാം എന്ന ഗ്രന്ഥത്തിന്റെ
ശ്രദ്ധിക്കണം. ആരാ ഈ ഗ്രന്ഥം വിതരണം ചെയ്യുന്നത്? മക്തബത്തുൽ മലിക് ഫഹദ്. ഫഹദ് രാജാവിന്റെ പേരിലുള്ള ഓഫീസാണ് ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഗ്രന്ഥമാണിത്. ആരോ ചെയ്യുന്നതല്ല, ഫഹദ് രാജാവിന്റെ പേരിലുള്ള മക്തബയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഗ്രന്ഥത്തിന്റെ 4-ാം വാള്യത്തിൽ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താ പറയുന്നത്? ത്വായിഫിൽ വെച്ച് ഇവർ കൊന്നവര്, കയ്യും കണക്കില്ലാത്ത ജനങ്ങളെ കൊന്നു. വകാന ഫീ ജുംലത്തി മൻ ഖതലൂഹു മിൻ സുക്കാനിഹാ. ത്വായിഫിൽ അവർ കൊന്ന പ്രധാനപ്പെട്ട ആളുകൾ ഹസനു ശൈബി വജാഫറു ശൈബി, മുഫ്തി ശാഫിഇയ്യ അസ്സയ്യിദ് അബ്ദുല്ലാഹി സവാവി റളിയല്ലാഹു അൻഹു. അക്കാലത്തെ മുഫ്തി ഷാഫിഇയ്യ, ഷാഫി മദ്ഹബിലെ ഏറ്റവും വലിയ മുഫ്തിയെയും ആ കൂട്ടത്തിൽ അവര് കൊന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇതാരാ പ്രസിദ്ധീകരിക്കുന്നത്? മക്തബത്ത് മലിക് ഫഹദ്. ഇഫാദത്തുൽ അനാം ബിദിക്രി അഖ്ബാരി ബൈത്തില്ലാഹിൽ ഹറാം എന്ന ഗ്രന്ഥത്തിന്റെ 4-ാമത്തെ വള്ളിയും. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയൊക്കെ ഒരു സമൂഹത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും കഴിയുമോ അതെല്ലാം ഇവർ ചെയ്തിട്ടുണ്ട്.